السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. യൗമുൻ മതീർ എന്നുള്ള പാഠം നമ്മൾ കുറച്ചെടുത്തില്ലേ. ഒരു വലം തത്തുൽ ഷംസ് എന്ന് നമുക്ക് എടുക്കാനുള്ളത് തന്നെ. അങ്ങനെ അപ്പോൾ മഴ പെയ്തു, റോഡിലൊക്കെ ആകെ ചളിയൊക്കെ ആയി, ഒരു ചെറിയൊരു അനുഭവം പറയാണല്ലേ. അപ്പോൾ എന്നിട്ട് പറയണേ, ولم تطلع الشمس طول النهار ولم يزل في السماء غيم ولم يخرج من البيت إلا ذو حاجة وسئمت الجلوس في البيت فخرجت في العصر فأخذت المترية معي وذهبت إلى صديقي مسعود فوجدته يطالع كتابا قلت له ألا تخرج يا أخي نتنزه ونمشي قليلا أما سمعت سئمت എന്നായിരിക്കട്ടോ. സെമിഅത്തല്ല, സഇംത. أما سئمت الجلوس قال مسعود ألم ترى إلى السماء وإلى الأرض ألا ترى إلى البحر هذا ليس يوم الخروج من البيت وتفضل وتعشى معي. قلت أما الجلوس فنعم وأما العشاء فلا فإني أريد أن أرجع إلى البيت سريعا فلسنا ندري متى تمطر السماء. وجلست مع صديقي مسعود قليلا ثم سئمت الجلوس والغيم واستأذنته وخرجت إلى الشارع وجاءت سيارة فمرت بي وتطاير الماء والوحل وتوسخت ثيابي ومشيت قليلا ورجعت إلى البيت وما دخلت البيت وما وضعت المترية حتى جاء المطر فحمدت الله تعالى أن وصلت إلى البيت وتعشيت وصليت العشاء ونمت وما علمت متى انقطع المطر وكانت الأمطار في هذه السنة كثيرة وقد فالت أنهار وجاء السيل وتهدمت بيوت كثيرة. ഇതിൽ കുറച്ച് വരികൾ നമുക്കൊന്ന് എടുക്കണം. ഓക്കെ, വലം തത്തുലു അല്ലേ, അതന്നെ അവിടെ നിന്ന് എടുക്കാനുള്ളത് തന്നെ. വലം തത്തുലു ശംസു, വലം തത്തുലു ശംസു, സൂര്യൻ ഉദിച്ചിട്ടില്ല. ഓക്കെ, സൂര്യൻ അന്ന് ഉദിച്ചിട്ടേ ഇല്ല പിന്നെ എന്നർത്ഥം. വലം തത്തുലു, ഉദിച്ചിട്ടില്ല, ശംസു സൂര്യൻ, തൂലന്നഹാർ പകലുടനീളം, പകൽ നീളത്തിൽ എന്ന് പറഞ്ഞാൽ പകലുടനീളം സൂര്യൻ ഉദിച്ചതേ ഇല്ല. തൂലന ശരിക്കും നീളം എന്നാണ്, ഇവിടെ എന്താണ്, പകലുടനീളം സൂര്യൻ ഉദിച്ചില്ല. നഹാർ എന്ന് പറഞ്ഞാൽ പകല്, ശംസ് പറഞ്ഞാൽ സൂര്യൻ, ഒക്കെ അറിയില്ലോ അല്ലേ. വലം തത്തുലു ശംസു തൂലൻ നഹാറ, പകലുടനീളം സൂര്യൻ ഉദിച്ചതേ ഇല്ല. വലം യസൽ ഫിസ്സമായി ഗൈമൻ, വലം യസൽ, വലം യസൽ എന്നുള്ളത് നെഫിൻ്റെ അർത്ഥമല്ല കേട്ടോ. അത് നമ്മൾ പഠിക്കും, നമ്മൾ കാന അസ്ബാംസ അതൊക്കെ പഠിച്ചില്ല. അതിൻ്റെ ഒരു അർത്ഥം കിട്ടുന്നത് മാസാല, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളുണ്ട്. മാസാല, മാ ബരിഹാൻ തുടങ്ങി അതിൽ പെട്ടതാണ് അതെന്ത്, ലം യസൽ, ആയിക്കൊണ്ടേയിരിക്കുക എന്നർത്ഥം. ഓക്കെ, കാനൻ്റെ അതേ നിയമമാണ് ലം യസൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ലം യസൽ ഫിസ്സമായി ഗൈമുൻ, ആകാശത്ത് മേഘങ്ങൾ, കാർമേഘങ്ങളായിക്കൊണ്ടേയിരുന്നു, കാർമേഘങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരുന്നു പറഞ്ഞാൽ കാർമേഘങ്ങളായിരുന്നു. വലം യസൽ ആയിക്കൊണ്ടേയിരുന്നു അല്ലേ. ഫിസ്സമായി ആകാശത്തിൽ, ഗൈമുൻ കാർമേഘങ്ങൾ ആകാശത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരുന്നു എന്ന് പറഞ്ഞാൽ എന്തായി, കാർമേഘങ്ങൾ നീങ്ങിപ്പോകുന്നേ ഇല്ല. ആകാശത്തിൽ മുഴുവൻ സമയം എന്താണ്, കാർമേഘങ്ങളാണ്. വലം യഖ്റുജ് മിനൽ ബൈത്തി, വീട്ടിൽ നിന്നും പുറപ്പെട്ടിട്ടില്ല. വലം യഖ്റുജ് പുറപ്പെട്ടില്ല എന്നർത്ഥം, മാഖറജൻ്റെ അർത്ഥമല്ലേ അതന്നെ. വലം യഖ്റുജ് മിനൽ ബൈത്തി വീട്ടിൽ നിന്നും പുറപ്പെട്ടില്ല. ഇല്ലാ ദു ഹാജത്തിൻ, ഇല്ലാ ദു ഹാജത്തിൻ ആവശ്യക്കാരല്ലാതെ, അത്യാവശ്യക്കാരല്ലാതെ. ദു എന്നുള്ള നമ്മൾ പഠിക്കും കുറച്ച് കഴിഞ്ഞിട്ട്, കുറച്ച് ഇസ്മുകളുണ്ട്. ആ ഇസ്മുകൾക്ക് പ്രത്യേക നിയമങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും ദു മാൽ എന്ന് പറഞ്ഞാൽ സമ്പത്തിൻ്റെ ആള്, ദു പറഞ്ഞാൽ അതിൻ്റെ ഉടമസ്ഥൻ എന്നർത്ഥം കിട്ടാനാണ്. ഗദു കിതാബിൻ, ആ കിതാബിൻ്റെ ആള്. ദു ഹാജത്തിൻ എന്ന് പറഞ്ഞാൽ ആവശ്യത്തിൻ്റെ ആൾ പറഞ്ഞാൽ ആവശ്യക്കാരൻ എന്നർത്ഥം. ദു ഹാജത്തിൻ മുഹ്താജ് എന്നും പറയാം. ഓക്കെ, ദു ഹാജത്തിൻ ആവശ്യമുള്ള ആളുകളല്ലാതെ വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയില്ല. അങ്ങനെ എന്ത് ചെയ്തു, സഇംതു, സഇമ, സഇമ എന്ന് പറഞ്ഞാൽ നമുക്ക് മടുക്കുക, ആകെ ചടച്ചു എന്ന് പറയാം. അതാണെന്ത്, ചടച്ചിക്കണറിയില്ല, അതാണ് സഇമ. അപ്പോൾ സഇംതു ഞാൻ മടുത്തു, അൽ ജുലൂസ് ഇവിടെ ഇരുത്തത്തെ ഞാൻ മടുത്തു. അപ്പോൾ വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരിക്കുക എന്നുള്ളത്, ഫിൽ ബൈത്തി വീട്ടിൽ ഇരിക്കൽ ഞാൻ മടുത്തു, എനിക്ക് മടി തോന്നി എന്നർത്ഥം. ഓക്കെ, നമ്മൾ ചടച്ചു എന്നൊരു അതാണ് സഇമ കേട്ടോ, മടി, മടുപ്പ്.
എനിക്ക് മടുപ്പ് തോന്നിയാൽ ജുലൂസ ഇരുത്തത്തെ ഫിൽ ബൈത്തി വീട്ടിലിരിക്കലിനെ ഞാൻ മടുത്തു. അങ്ങനെ ഫഖറജുത്തു ഫിൽ അസർ അസറിൻ്റെ സമയത്ത് ഞാൻ പുറപ്പെട്ടു. ഖറജുത്തു ഫിൽ അസരി അസറിൻ്റെ സമയത്ത് ഞാൻ പുറപ്പെട്ടു. വാഹത്തുൽ മതരിയ മതരിയ എന്ന് പറഞ്ഞാൽ കൂട. വാഹത്തു ഞാൻ എടുത്തു അൽ മതരിയത്തെ കൂട മായി എൻ്റെ കൂടെ കുടയെ ഞാൻ എടുത്തു. വദഹബത്തു ഇലാ സ്വദീഖി വദഹബത്തു ഞാൻ പോയി ഇലാ സ്വദീഖി എൻ്റെ സുഹൃത്തിലേക്ക്. മസ്ഊദ് എന്ന എൻ്റെ സുഹൃത്തിലേക്ക് ഞാൻ പോയി. ഫവജത്തുഹു ഞാൻ അവനെ എത്തിച്ചു. ഫവജത്തുഹു ഞാൻ അവനെ എത്തിച്ചു. യുതാലിഉ കിതാബൻ ത്വാല എന്ന് പറഞ്ഞാൽ പഠിക്കുക വായിക്കുക എന്നൊക്കെ അർത്ഥം. നമ്മൾ വീണ്ടും വീണ്ടും പഠിക്കുക. മുത്താലാത്തുൽ കുത്തുബ് എന്നൊക്കെ പറയാറില്ലേ. നമ്മളിങ്ങനെ ഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ പുസ്തകങ്ങളൊക്കെ വായിച്ചു കൊണ്ടിരിക്കുന്നതിന് മുത്താല എന്ന് പറയും. യുതാലിഉ കിതാബൻ പുസ്തകം കിതാബ് എന്നാൽ കിതാബ് വായിക്കുന്നതായിട്ട് പുസ്തകം വായിക്കുന്നതായിട്ടാണ്. ഫവജത്തുഹു ഞാൻ അവനെ കണ്ടത്, ഞാൻ അവനെ എത്തിച്ചത്. വജദാർണ എത്തിക്കല്ലേ. വജത്തു ഞാൻ എത്തിച്ചു ഹു അവനെ എന്ന് പറഞ്ഞാൽ എൻ്റെ സുഹൃത്തായ മസ്ഊദിനെ ഞാൻ അവനെ എത്തിച്ചു. യുതാലിഉ കിതാബൻ കിതാബ് വായിക്കുന്നതായിട്ട് പുസ്തകം വായിക്കുന്നതായിട്ടാണ് അവനെ ഞാൻ എത്തിച്ചത്. ഖുൽതു ലഹു ഞാൻ അവനോട് പറഞ്ഞു, അലാ തഖ്റുജ് നീ പോരുന്നില്ലേ. അലാ തഖ്റുജ് നീ പോരുന്നില്ലേ. അലാ തഖ്റുജ് യാ അഖി എൻ്റെ സുഹൃത്തേ നീ പോരുന്നില്ലേ. എന്തിനാണ്? നതനസ്സഹു വനംശി ഖലീല. ഈ തനസ്സഹ എന്നുള്ള പദം നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഒരു പാഠത്തിൻ്റെ ഹെഡിങ് തന്നെ തനസ്സുഹ് അല്ലേ. അവിടെ എന്താണ്? ആസ്വദിക്കുക, നാം ഉലാത്തുക, അതന്നെ ആസ്വദിക്കുക. നതനസ്സഹു നമുക്കൊന്ന് ആസ്വദിക്കാം. വനംശി ഖലീല നമുക്കൊന്ന് അല്പം നടക്കുകയും ചെയ്യാം. യാ അഖി എൻ്റെ സുഹൃത്തേ നതനസ്സഹു നമുക്കൊന്ന് ആസ്വദിക്കാം. നംശി ഖലീല നമുക്ക് അല്പം നടക്കുകയും ചെയ്യാം. എന്നിട്ട് അവനോട് ചോദിക്കണെന്ത്? അമാ സമിഅ്തു അല്ല സഇംതു അമാ സഇമ നമ്മൾ മടുക്കുക എന്നർത്ഥം കേട്ടോ. അമാ സഇംതൽ ജുലൂസ് നിനക്ക് ഇരുത്തം മടുത്തില്ലേ. അമാ സഇംത നീ മടുത്തില്ലയോ എന്നുള്ള അർത്ഥം എനിക്കാണ്. അമാ സഇംത നീ മടുത്തില്ലയോ അൽ ജുലൂസ ഇവിടെ ഇങ്ങനെ ഇരുന്നിരുന്ന് ചടച്ചില്ലേ എന്ന് ചോദിച്ചു. ഓക്കെ, മാസയിംതാണ് നീ മടുത്തിട്ടില്ല. അപ്പം അമാ മടുത്തിട്ടില്ലേ എന്നർത്ഥത്തിന് കേട്ടോ. അതുപോലെ തന്നെ അലാ തഖ്റുജ് നീ പുറപ്പെടുന്നുണ്ടോ, നീ പോരുന്നുണ്ടോ എന്നൊക്കെ അർത്ഥത്തിന് കേട്ടോ. കാല മസ്ഊദ് മറുപടി പറഞ്ഞു, അലാ തറ ഇല സമായി വൈലൽ അർള് നീ ആകാശവും ഭൂമിയൊന്നും കാണുന്നില്ലേ. അലാ തറ നീ കാണുന്നില്ലേ. ഇല സമായി ആകാശത്തിലേക്ക് നീ കാണുന്നില്ലേ എന്ന് പറഞ്ഞാൽ നീ നോക്കിയിട്ടില്ലേ എന്നർത്ഥത്തിന്. ആകാശത്തിലേക്ക് കാർമേഘങ്ങൾ മൂടിക്കെട്ടിയത് നീ കാണുന്നില്ലേ. വയലൽ അർളി ഭൂമിയിലേക്കും നീ നോക്കുന്നില്ലേ, നീ കാണുന്നില്ലേ. അലാ തറയിലൽ വഹിലി ആ ചളിയിലേക്കൊന്നും നീ നോക്കുന്നില്ലേ. അപ്പോൾ ആകാശത്താണെങ്കിൽ ആ കാർമേഘങ്ങളും ഭൂമിയിലാണെങ്കിൽ ആകെ ചളിയൊക്കെയാണ്, അതൊന്നും നീ കാണുന്നില്ലേ. ഹാദാ ലൈസ യൗമുൽ ഖുറൂജ് ഹാദാ ഇന്ന ദിവസമല്ല, ഇന്നല്ല. ലൈസ യൗമുൽ ഖുറൂജ് മിനൽ ബൈത്ത് വീട്ടിൽ നിന്നും പുറപ്പെടേണ്ട ദിവസമല്ല ഇന്ന്. അതുകൊണ്ട് ഫതഫല്ലൽ വരൂ എൻ്റെ സുഹൃത്തെ എന്ന് മസ്ഊദ് ക്ഷണിക്കാണ്. തഫല്ലൽ വരൂ. തഅശമായി എൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാം. തഅശ എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുക. മായി എൻ്റെ കൂടെ എനിക്ക് ഭക്ഷണം കഴിക്കാം വരൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ മറുപടി കൊടുത്തു. എന്താണ് ഞാൻ മറുപടി കൊടുത്തത്? അമ്മൽ ജുലൂസ നഅം നിൻ്റെ കൂടെ ഇരിക്കാം. ഓക്കെ, ബട്ട് എനക്ക് എന്ത് ചെയ്യുക? അമ്മൽ ജുലൂസ അപ്പോൾ ഇരുത്തം ഫനാം ഓക്കെ നമുക്ക് ഇരിക്കാം. അമ്മൽ അശ ഭക്ഷണം ഫല എനിക്ക് വേണ്ട. അശ എന്ന് പറഞ്ഞാൽ നമ്മൾ വൈകുന്നേരത്തിന് ശേഷം കഴിക്കുന്ന എല്ലാ ഭക്ഷണത്തിനും അശ എന്ന് പറയാറുണ്ട് കേട്ടോ. ഓക്കെ, അശ എന്ന് പറഞ്ഞാൽ ഭക്ഷണം. ഭക്ഷണം എനിക്ക് വേണ്ട നമ്മൾ പറയല്ലോ, ഇരിക്കണം പക്ഷെ എനിക്ക് ചോറൊന്നും വേണ്ട. അതന്നെ അമ്മൽ ആശ ഫല എനിക്ക് ഭക്ഷണം വേണ്ട. ഫൈന്നി തീർച്ചയായും ഞാൻ ഉദ്ദേശിക്കുന്നു അൻ അർജിഅ ഞാൻ മടങ്ങാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. ഇലൽ ബൈത്തി ഞാൻ വീട്ടിലേക്ക് മടങ്ങാൻ ഉദ്ദേശിക്കുന്നു. ശരിയാൻ വേഗത്തിൽ വീട്ടിലേക്ക് മടങ്ങാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഫലസ്ന നമ്മളല്ലല്ലോ. ഫലസ്ന ലൈസ സർഫാക്കി തട്ടാ. ലസ്ന നമ്മളല്ല, ഫലസ്ന നമ്മളല്ല. നെതിരി നമുക്കറിയുകയില്ല. ദറ എതിരെന്ന് പറഞ്ഞാൽ അറിയുക. അതിൻ്റെ നെതിരി നമുക്ക് അല്ലേ, നമ്മളല്ല നമുക്കറിയുന്നവരല്ല. മത്താത്തും തിറുസമാഉ ആകാശം എപ്പോഴാണ് മഴ പെയ്യുക എന്ന്. മത്ത എപ്പോഴാണ് തുംതിറു മഴ
അസ്സമാഉ മഴ പെയ്യും, ആകാശത്തു നിന്ന് മഴ പെയ്യുന്നത് എപ്പോഴാണെന്ന് നമുക്കറിയില്ലല്ലോ എന്നർത്ഥം. ഫലസ്നാ നദിരി നമ്മൾ അറിയുന്നവരല്ല, ഫലസ്നാ നമ്മളല്ല, നദിരി നാം അറിയുന്നവരല്ല. ഓക്കെ, നല്ല ശ്രദ്ധിക്കണം. ഫലസ്ന നമ്മളല്ല, നദിരി നമ്മൾ അറിയുന്നു, അപ്പം നമ്മൾ അറിയുന്നവരല്ല. എന്ത്? മതത്തും തിറുസമ എപ്പോഴാണ് ആകാശത്തു നിന്ന് മഴ വരിക എന്ന് നമുക്കറിയുകയില്ല. അങ്ങനെ വജലസ്തു മഅ സദീഖി മസ്ഊദ്, എൻ്റെ സഹോദരൻ്റെ കൂടെ ഞാൻ ഇരുന്നു. ഖലീലൻ അല്പസമയം അവിടെ ഇരുന്നു. സുമ്മ സഇംതുൽ ജുലൂസ, പിന്നെ ആ ഇരുത്തം ഞാൻ മടുത്തു. ഓക്കെ, വൽ ഗൈമ, ഏതോടുകൂടെ? ആ കാർമേഘങ്ങൾ അവിടെ തന്നെ നിലനിൽക്കലോടുകൂടെ ഞാൻ ഇരുത്തത്തെ മടുത്തു. അങ്ങനെ ഫസ്തഅദൻതുഹു, ഞാൻ അവനോട് സമ്മതം തേടി. ഫഖറജ്തു ഇല ശാരി, ഞാൻ റോഡിലേക്ക് ഞാൻ പുറപ്പെട്ടു. ഇത്രയും വരികൾ നമുക്ക് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അപ്പോൾ ഇതിലെ പദങ്ങൾ നോക്കുക. വലം തുത്ലേ ശംസു ത്വലഅൽ ബദ്റു അലൈന എന്ന് പറയാം. ത്വല ഉദിക്കുക, വലം യുത്ലേ ശംസ് സൂര്യൻ ഉദിച്ചിട്ടില്ല. തൂൽ എന്ന് പറഞ്ഞാൽ നീളം, അപ്പോൾ തൂലൻ നഹാർ എന്ന് പറഞ്ഞാൽ പകലുടെ നീളം. വലം യസൽ ആയിക്കൊണ്ടേയിരുന്നു, ഫിസ്സമായി ആകാശത്തിൽ ഗൈമുൻ കാർമേഘങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരുന്നു. വലം യഖ്റുജ് മിനൽ ബൈത്തി വീട്ടിൽ നിന്നും പുറപ്പെട്ടില്ല. ഇല്ല ഒരാളുകളല്ലാതെ എന്നർത്ഥം, ദുഹാജത്തിൻ്റെ ആവശ്യക്കാരല്ലാതെ. ഇല്ല ദുഹാജത്തിൻ്റെ ആവശ്യക്കാരല്ലാതെ. അങ്ങനെ വസഇംതുൽ ജുലൂസ, ഞാൻ ഇരുത്തം മടുത്തു. ഫിൽ ബൈത്തി വീട്ടിൽ. അങ്ങനെ ഫഖറജ്തു ഫിൽ അസ്രി, അസ്റിൻ്റെ സമയത്ത് ഞാൻ പുറപ്പെട്ടു. വാഖത്തുൽ മതരിയത്ത്, ഞാൻ കുടയെടുത്തു. മായി എൻ്റെ കൂടെ ഞാൻ കുടയെടുത്തു, കാരണം അനുഭവം ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ കുടയെടുത്തു. വദഹബത്തു ഇലാ സദീഖി മസ്ഊദ്, എൻ്റെ സുഹൃത്തായ മസ്ഊദിൻ്റെ അടുത്തേക്ക് ഞാൻ പോയി. വജത്തുഹു, ഞാൻ അവനെ എത്തിച്ചു. താലിഉ കിതാബൻ, പുസ്തകങ്ങൾ വായിക്കുന്നതായിട്ട് ഞാൻ അവനെ എത്തിച്ചു. കുൽത്തുലഹു, ഞാൻ അവനോട് ചോദിച്ചു. ചോദിച്ചു പറഞ്ഞു എന്നൊക്കെ അർത്ഥം. അലാ തഖ്റുജ് യാ അഖി, എൻ്റെ സുഹൃത്തെ നീ വരുന്നില്ലേ, നീ പോരുന്നില്ലേ? എന്നെ തനസ്സഹു, നമുക്കൊന്ന് ആസ്വദിക്കാം. നംശി ഖലീല, നമുക്ക് അല്പം നടക്കുകയും ചെയ്യാം. അമാസ ഇംതൽ ജുലൂസ്, നീ ഇരുന്ന് മടുത്തില്ല എന്നർത്ഥം. അമാസ ഇംത, നീ മടുത്തില്ല. യാൽ ജുലൂസ്, ഇരുത്തം. കാല മസ്ഊദ് പറഞ്ഞു. അലാ തറ ഇല സമാ, നീ ആകാശത്തൊന്നും കാണുന്നില്ലേ? വലൽ അർളി, ഭൂമിയും ആകാശമൊന്നും നീ കാണുന്നില്ലേ? അലാ തറ ഇലൽ വഹലി, ആ ചളിയൊന്നും നീ കാണുന്നില്ലേ എന്നർത്ഥം. അലാ തറ, നീ കാണുന്നില്ലേ, നീ കണ്ടില്ലേ എന്നർത്ഥം. ഓക്കെ, അതലൈസ യൗമുൽ ഖുറൂജ് മിനൽ ബൈത്തി, ഇന്ന് വീട്ടിൽ നിന്നും പുറപ്പെടാനുള്ള ദിവസമല്ല. വതഫല്ലൽ, അതുകൊണ്ട് നീ വരൂ. വതഅശമായി, എൻ്റെ കൂടെ ഭക്ഷണം കഴിക്കുക, എൻ്റെ കൂടെ ഭക്ഷണം കഴിക്കൂ. തഫല്ലൽ, തഅശ എന്നുള്ള രണ്ടോ അമ്രാണ്. തഫല്ലൽ, നീ വരിക. തഅശ, നീ ഭക്ഷണം കഴിക്കുമായി എൻ്റെ കൂടെ. അപ്പോൾ മറുപടി, അമ്മൽ ജുലൂസു, ഇരുത്തം. ഓക്കെ, ഫനഅം, ഓക്കെ ഇരിക്കാം, റെഡിയാണ്. അമ്മൽ അശാഉ, ഭക്ഷണം. ഫല, എനിക്ക് വേണ്ട. വേണ്ട എന്നർത്ഥം. ഇനി തീർച്ചയായും ഞാൻ ഉദ്ദേശിക്കുന്ന അർജൽ ബൈത്തി സരിയൻ, വീട്ടിലേക്ക് പെട്ടെന്ന് മടങ്ങാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഫലസ്നാ, നമ്മളല്ല. നദിരി, നാം അറിയുന്നവരല്ല. നദിരി, നമ്മൾ അറിയുന്നു. ലസ്ന എന്ന് കൂടുമ്പോൾ നമ്മളല്ല, അപ്പം നമ്മൾ അറിയുന്നവരല്ല. മതാത്തും തിറുസമാവു, ആകാശത്ത് നിന്ന് എപ്പോഴാണ് മഴ പെയ്യുക എന്ന് നാം അറിയുന്നവരല്ല. വജലസ്തു മാ സദീഖി മസ്ഊദ് ഖലീലൻ, ഞാൻ എൻ്റെ സുഹൃത്തായ മസ്ഊദിൻ്റെ കൂടെ അല്പം ഇരുന്നു. സുമ്മ സഇംതുൽ ജുലൂസ വൽ ഗൈമ, പിന്നെ ഞാൻ ഇരുത്തം മടുത്തു. വൽ ഗൈമ, കാർമേഘങ്ങൾ അവിടെ തന്നെ ആയിരിക്കലോടൊപ്പം തന്നെ എന്ത് ചെയ്തു? ഞാൻ ഇരുത്തം മടുത്തു. അങ്ങനെ ഫസ്തഅദൻതുഹു, ഞാൻ അവനോട് സമ്മതം തേടി. വഖറജ്തു ഇല ശാരി, ഞാൻ റോട്ടിലേക്ക് പുറപ്പെട്ടു. ഇതിൽ കുറച്ച് പദങ്ങളൊക്കെ ഉണ്ട്, ആ പദങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക, എഴുതി വെക്കുക. ഓക്കെ, അസ്സലാമു അലൈക്കും.